ദുർബലരായ ഹെയ്ത്തിയെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോഴും ബ്രസീലിന്റെ ആ ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ടതാണ്. എന്നാലും ആ ഒരു തിരിച്ചുവരവിലും ബ്രസീലുകാർ ഏറെ കളിയാക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ ഒരു തിരിച്ചുവരവ് വെറുമൊരു തിരിച്ചുവരവല്ല എന്ന് ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ശക്തരായ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്രസീൽ തോൽപ്പിച്ചത്. ഇരട്ട ഗോളുമായി വിനീഷ്യസ് തകർത്താടിയ മത്സരം കൺതുറന്നു വെക്കുക. ഇനിയും ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ടാവും. കാരണം ഡോൺ കാർലോയുടെ വജ്രായുധമാണവൻ. തുടർച്ചയായ 3 ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഗോളടിച്ചും തുടർച്ചയായ 3 ഗ്രൂപ്പ് മത്സരങ്ങളിൽ മാൻ ഓഫ് ദി മാച്ചുമായി വിനീഷ്യസ് ലോക ഫുട്ബോളിൽ നിറഞ്ഞാടുന്ന കാഴ്ച. 3 ഗോളുകൾ ലീഡെടുത്തിട്ടും വിനീഷ്യസിന്റെ ഇരട്ട ഗോളും പിന്നീട് ഒരു ഗോളൊക്കെ വന്നിട്ടും ഗാലറിയിൽ വലിയ രീതിയിലുള്ള ഒച്ചപ്പാടോ ആഹ്ലാദ പ്രകടനങ്ങളോ ഒന്നും നാം കണ്ടില്ല. വെറും ആവറേജ് ആയി നിന്ന ഗാലറി ലിറ്ററലി 75 മിനിറ്റിൽ ഒന്ന് കുലുങ്ങി. വെള്ളവരയ്ക്കിപ്പുറം സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ് പൊങ്ങുന്നു. ആ നമ്പർ വീണ്ടും കണ്ടു. നീണ്ട 981 ദിവസങ്ങൾക്ക് ശേഷം ജേഴ്സി നമ്പർ 10 ജോഗോ ബോണിറ്റോ എന്ന സുന്ദര ഫുട്ബോളിന്റെ ഉപജ്ഞാതാക്കളായ ബ്രസീലിന്റെ അവസാന കണ്ണി. ബ്രസീൽ ഇന്ന് യൂറോപ്യൻ കളിശൈലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവനായിരുന്നു അവസാന കണ്ണി. ഇന്ന് ബ്രസീൽ ജയിക്കുമോ പരാജയപ്പെടുമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുമോ എന്നൊന്നുമല്ല ഏതൊരു ആരാധകരും കാത്തിരുന്നത്. അവന്റെ വരവിന് വേണ്ടി മാത്രമായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി എത്തുന്നത് വരെ ലെറ്റ്സ് വൈൻഡ് അപ്പ്.